Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme X ആണ്. അപ്പോൾ Realme X ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആണ്. ചൈനയിൽ ലാസ്റ്റ് മന്ത് ആണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യാണ് Realme X. അപ്പോൾ Realme X ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനറും 48 മെഗാപിക്സൽ സോണി IMX 586 സെൻസറും വരുന്നുണ്ട്. പിന്നെ Qualcomm Snapdragon 710 ഒക്ടോ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഒരു നല്ല ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം Realme X. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme Xന്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 8GB റാമും 128GB സ്റ്റോറേജുള്ള വേരിയൻ്റ് ആണ്. ഇത് 4ഉം 6ലും വരാൻ ചാൻസ് ഉണ്ട്. വേരിയൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയ ഐഡിയ ഇല്ല. പക്ഷേ ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത്. സ്പേസ് ബ്ലൂവും പോളാർ വൈറ്റും ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ വേരിയൻ്റ് ആണ്. അതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോക്സിനകത്ത് കാണുന്നത് തന്നെയാണ് ബ്ലൂ വേരിയൻറ്റ്. അപ്പോൾ ബോക്സ് വളരെ സിമ്പിളായ ബോക്സാണ്. കാര്യമായി ഒന്നും തന്നെ ബോക്സിനകത്ത് എഴുതിയിട്ടില്ല. Realme X എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തോന്നുന്നു ബോക്സ് തുറക്കട്ടെ. ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നത്, അതുകൂടാണ്ട് തന്നെ ക്യാമറ ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമുക്കൊരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് എന്താ വരുന്നത് നോക്കാം. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. നല്ലൊരു ക്വാളിറ്റി കേസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ വരുന്ന TPU കേസ് എല്ലാം നല്ലൊരു സ്ട്രോങ് കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് തന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. ഒരു സിം ഇജക്ടർ പിന്നും കാണാം. മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ കാണാം. 1.197 ആണ് സാർ വാല്യൂ. ഹെഡ് സാർ, ബോഡി സാർ 0.892 ആണ് ബോഡി സാർ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല. അല്ല, SD കാർഡ് സ്ലോട്ടേ ആക്ച്വലി ഇല്ല. 2 സിം കാർഡ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതായിരുന്നു Realme Xന്റെ ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് ഡിവൈസ് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ബ്ലൂ വേരിയൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സിം കാർഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്കിത് കേസിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് Realme X. അപ്പോൾ ബ്ലൂ വേരിയൻറ്റ് വളരെ ഭംഗിയുള്ളൊരു ബ്ലൂ വേരിയൻ്റ് ആണെന്ന് പറയാം. Realme ബ്രാൻഡിങ് ആണ് ബോട്ടം പാനലിൽ. പിന്നെ മുകളിൽ 48 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. LED ഫ്ലാഷ് ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന സോണി IMX 586 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ കീ കാണാം, സിം ട്രേ കാണാം. ബോട്ടം പാനലാണെങ്കിലോ നമുക്ക് കാണുന്നത് USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ്. ലെഫ്റ്റ് സൈഡിൽ പവർ വോളിയം കീസാണ് വരുന്നത്. മോൾ ഭാഗത്ത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഹാർഡ്വെയർ ആസ്പെക്ട് പറയുന്നത്. അപ്പോൾ വളരെ ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ഫിനിഷും ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ വരുന്നൊരു ഡിവൈസാണ്. പിന്നെ ഇതൊരു AMOLED പാനലാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ഉണ്ട്. പിന്നെ വൂക്ക് ചാർജിങ് ഉണ്ട്. Qualcomm Snapdragon 710 ഒക്ടോ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ വളരെ ഒരു നല്ല പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസിങ് നമുക്കിപ്പോൾ അറിയത്തില്ല. പ്രൈസിങ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് ചെയ്യാം ആദ്യം. ഇനി എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സിനകത്ത് പിന്നെ കാണുന്ന നമുക്കൊരു വൂക്ക് ചാർജറാണ്. ഓപ്പോൻ്റെ വൂക്ക് ചാർജറാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 5 വോൾട്ട് 4 ആംപിയർ വൂക്ക് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു കേബിളാണ്. USB Type-C കേബിളാണ് ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിനുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Realme X. നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനറിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം താഴത്തെ പാനലിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ഐക്കൺ കാണാം. അപ്പോൾ ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനറിൻ്റെ പെർഫോമൻസ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ColorOS ആണ്. ColorOS 6.0 ആണ് വരുന്നത് വേർഷൻ. അപ്പോൾ നമുക്ക് അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ കാണാം Realme X ColorOS വേർഷൻ 6.0 ആണ്. അതുകൂടാണ്ട് തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 9.0 Snapdragon 710 ഒക്ടോ പ്രോസസ്സറാണ് വരുന്നത്. 8GB റാമും 128GB സ്റ്റോറേജുമാണ്. June 5th 2019 ആണ് പാച്ച് വരുന്നത്, സെക്യൂരിറ്റി പാച്ച്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ColorOS നമ്മൾ കണ്ടിട്ടുള്ള പുതിയ OS തന്നെയാണ്. ColorOS 6.0 ആപ്പ് ഡ്രോവറുള്ള ഒരു UI ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വളരെ ഒരു നല്ല നോട്ടിഫിക്കേഷൻ പാനലുമാണ്. കുറച്ചൊരു ടൈം എടുക്കും കാരണം ഒരു ലാർജ് ഐക്കൺസ് ആണ്. പക്ഷേ നല്ലൊരു എഫിഷ്യൻറ്റ് റീഡിസൈനാണ് ColorOSൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഡിസ്പ്ലേ വളരെ വൈബ്രൻറ്റ് കളർഫുള്ളും ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. വ്യൂയിങ് ആംഗിൾസ് ആണ് എക്സലൻറ്റ് വ്യൂയിങ് ആംഗിൾസ് ആണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണെന്ന് പറയാം. നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റിയും തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ നോച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. താഴത്തെ പാനലാണെങ്കിൽ ചെറിയൊരു ബെസൽ കാണാം. ബാക്കി സൈഡ്സിലെല്ലാം ബെസൽസ് വളരെ മിനിമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഡിസ്പ്ലേനെ കുറിച്ച്.
ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് പോകാം. ക്യാമറ വരുന്നത് സോണീൻ്റെ IMX 580 സെൻസറാണ്. 48 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. അപ്പോൾ f/stop 1.7 ആണ് അപ്പേർച്ചർ ലെവൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 16 മെഗാ പിക്സൽ ക്യാമറയാണ്. സെക്കൻഡറി 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസിങ് ക്യാമറ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ UI ഒന്ന് നോക്കാൻ നമുക്ക് ഇതിനകത്ത് നമ്മൾ റെഗുലർ റിയൽമിയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ക്യാമറയിൽ കാണാം. പോർട്രേറ്റ് മോഡ്, നൈറ്റ് സ്കേപ്പ് മോഡ്, പെനറോമ, എക്സ്പേർട്ട് മോഡ് അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷനും 4K ഇൻക്ലൂഡ് ആണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി എക്സ് എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോണീൻ്റെ IMX 580 സെൻസറാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നല്ലൊരു പെർഫോമിംഗ് സെൻസറാണ് സോണി IMX 580 സെൻസർ. ഇനി ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3765 mAh ബാറ്ററിയാണ് വരുന്നത്. വൂക്ക് ചാർജിങ് 3.0 ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. കാരണം റിയൽമി 3 പ്രോയിലൊക്കെ നല്ല ബാറ്ററി ലൈഫ് കിട്ടിയിരുന്നു. അപ്പോൾ അതും നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ColorOS 6.0 വെച്ച് നല്ല ബാറ്ററി പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിനകത്ത് വൂക്ക് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു റിയൽമി എക്സിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ റിയൽമി എക്സിനെ കുറിച്ച് കൂടുതലായി വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.